നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് വരിക. എല്ലാ ദൈവമക്കളെയും, ചർച്ചിലുള്ളവരെയും ഓൺലൈനിൽ കൂടെ കാണുന്നവരെയും ഒക്കെ ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. നമുക്കിന്ന് അല്പസമയമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ വേഗത്തിൽ സ്പീഡിന് പോവുകയാണ്. അതുപോലെ സ്പീഡിന് നിങ്ങൾ പറഞ്ഞേ. 3 ലെവൽ കാവലിനെ കുറിച്ച് നമ്മൾ കണ്ടു. 3 ലെവൽ രീതിയിലുള്ള കാവൽ ഒരു വ്യക്തിയുടെ ചുറ്റിനുമുണ്ട്. ഏതൊക്കെ ലെവൽ കാവലാണ് ഉള്ളത്? ഇൻഡിവിജ്വൽ, ഫാമിലി, ഫോർ ഓൾ പൊസഷൻസ്. അവർക്കുള്ള സകലത്തിന് ചുറ്റും ദൈവത്തിൻ്റെ കാവലുണ്ട് കേട്ടോ. നിങ്ങളെന്നും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങളത് ഞാൻ പറയുന്ന വേർഡൊന്ന് ശ്രദ്ധിച്ചേ, പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ചേ. നിങ്ങൾ ഒരു പഠിക്കുന്നൊരു കുഞ്ഞാകട്ടെ, ജോലി ചെയ്യുന്നവരാകട്ടെ, മാതാപിതാക്കളാകട്ടെ, ശുശ്രൂഷ ചെയ്യുന്നവരാകട്ടെ, ബിസിനസ് ചെയ്യുന്നവരാകട്ടെ, എന്തും ചെയ്യുന്നവരാകട്ടെ, നമുക്കെല്ലാം വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഉയരണോ? ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ കാവൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. പറ്റത്തുള്ളൂ, ഇല്ലാതെ നമുക്ക് വളരാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം ഞാൻ പറഞ്ഞു. യോബിൻ്റെ ചുറ്റിനുമുള്ള കാവൽ നഷ്ടമായപ്പോൾ എന്തൊക്കെ പറ്റി, ഇത് ഞാൻ ഓരോന്നോരോന്ന് തുടങ്ങാം. ഇന്ന് വേഗത്തിൽ ഇത് ഞാൻ ഫിനിഷ് ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? ദൈവവചനം കേൾക്കാൻ റെഡിയാണോ? ഒന്ന് പറഞ്ഞേ. കേൾക്കാൻ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ നിങ്ങളൊന്ന്. ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞേ. കർത്താവിനെ ആരാധിക്കുന്നതിൽ, ഈ ദൈവത്തിന് സ്തുതി കൊടുക്കുന്നതിൽ ഒരിക്കലും നമ്മൾ ഈ ആർക്കീസ് തരം കാണിക്കല്ലേ. നല്ല സ്തുതി കൊടുത്തേ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന് നന്ദി. കർത്താവ് നമ്മളെ സൂക്ഷിച്ച വിധങ്ങളല്ലേ. ഇയ്യോബിൻ്റെ ചുറ്റിനും ദൈവത്തിൻ്റെ 3 ലെവൽ കാവലുണ്ടായിരുന്നു കേട്ടോ. അഞ്ജന സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഇല്ല എന്നല്ലേ? ഇപ്പം ഇന്നൊന്ന് കേൾക്കാം, കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിംഗ് ഒന്ന് കേൾക്കാം. ഒരു വ്യക്തിക്ക് ചുറ്റും 3 ലെവൽ കാവലുണ്ട്. ഏതൊക്കെ ലെവൽ കാവലാ പറഞ്ഞോ? ഇൻഡിവിജ്വൽ, വ്യക്തിപരമായ കാവൽ. ഫാമിലി, പറഞ്ഞോ മക്കളെ, നിങ്ങൾക്കത് അനുഗ്രഹം. ഫാമിലി, കുടുംബത്തിന് ചുറ്റും കാവൽ. 3-മത്തെ, നിങ്ങൾക്കുള്ള സകലത്തിന് ചുറ്റും കാവൽ. ദൈവം വേലി കെട്ടിയേക്കുന്നെന്നാ പറഞ്ഞേ. അതും കൊണ്ടാണ് ഇയ്യോബ് വർദ്ധിച്ചത്, അതും കൊണ്ടാണ് ഇയ്യോബ് വളർന്നത് കേട്ടോ. ദൈവം വേലി കെട്ടാതെ ആരും വർദ്ധിക്കത്തില്ല. പറയാനും ഉദാഹരണങ്ങൾ പറയാനാണ് ഒത്തിരിയുണ്ട്. പക്ഷെ ഇയ്യോബിൻ്റെ വേലിയെ നിങ്ങൾ ഈ വേർഡ് ശ്രദ്ധിച്ചേക്കണം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ നോക്കിക്കേ. കാരണം ഇത് നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എഴുതിക്കോ, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇത് ഭൂമിയാന്ന് വെച്ചോ കേട്ടോ. ഇത് ഭൂമിയാന്ന് വെച്ചു, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയെല്ലാം ഭൂമിയാന്ന് വെച്ചു. സ്വർഗം, ഞാനിവിടെ കയറി നിൽക്കുക. സ്വർഗത്തിൽ പിശാച് പോയി ദൈവത്തിൻ്റെ സിംഹാസനത്തോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പിശാചിന് എവിടെ ചെല്ലാൻ പറ്റുന്നേ? കോടതിയിൽ. കഴിഞ്ഞ ആഴ്ച അതെല്ലാം ഞാൻ പറഞ്ഞു. പിശാച് സ്വർഗത്തിൽ ചെന്ന് ചില ആൾക്കാർ പിശാച് സ്വർഗത്തിൽ ഇടയ്ക്ക് കയറാൻ പറ്റും കേട്ടോ. പുള്ളി അവിടെ എവിടെ ചെല്ലാൻ പറ്റുന്ന അറിയാൻ വയ്യാത്തതുകൊണ്ട്, ഈ ദൈവത്തിൻ്റെ സ്പിരിച്വൽ മിസ്റ്ററി അറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്നത് പറഞ്ഞു പിടിപ്പിക്കും. ഇത് മറ്റേ വല്ലയിടത്തും വരുമ്പോൾ കോൺട്രഡിക്ഷൻ വരും. വചനം വേറൊരു ഭാഗത്ത് വരുമ്പോൾ കോൺട്രഡിക്ഷൻ വരും. അപ്പം പിശാചിന് എവിടെ ചെല്ലാൻ പറ്റുന്നത്? ദൈവത്തിൻ്റെ കോടതിയിൽ കേട്ടോ. ദൈവത്തിൻ്റെ കോടതിയിലാണ് ചെല്ലാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ വന്നു ദൈവത്തോട്, ദൈവമേ, ഇയ്യോബ് തൻ്റെ ഭൂമിയിൽ നിഷ്കളങ്കനും നേരുള്ളവനും നീതിമാനും ഒക്കെ അങ്ങ് തന്നെ സാക്ഷി പറയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം പറഞ്ഞു. ദൈവം നമ്മളെക്കുറിച്ച് സാക്ഷി പറയണം. ഇത് കഴിഞ്ഞിട്ട് അതൊക്കെ നീതിമാനായിരിക്കുന്ന എന്തുകൊണ്ടാണ്? നീ അവനെ അനുഗ്രഹിച്ചത് കൊണ്ടാണ്. ഇതെല്ലാം ഒന്ന് നീ അതൊന്ന് മാറ്റി തന്നേ. അവൻ നിന്നെ അങ്ങനെ തള്ളി പറയുന്നു. ദൈവം ചിരിച്ചു കാണും. ദൈവം ചിരിച്ചോ? അല്ലേ, ദൈവം ചിരിക്കും കേട്ടോ. ദൈവം ചിരിച്ചു. എന്തിനായിരിക്കും ചിരിച്ചതെന്നറിയാമോ? പിശാചിന് ഒരാടെ പുറമേ അറിയത്തുള്ളൂ, ദൈവത്തിന് ഒരാടെ പറഞ്ഞോ അകം. ദൈവത്തിനറിയാം. ദൈവം ഒരാടെ അകം നോക്കിയിട്ടാണ് സാക്ഷി പറയുന്നത്. നിഷ്കളങ്കൻ്റെ സാക്ഷി പറയുന്നത് പുറമേ കാണിക്കുന്ന പ്രഹസനം കൊണ്ടല്ല. എന്തുകൊണ്ടാണ് സാക്ഷി പറയേണ്ടത്? ഹൃദയം നോക്കിയിട്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ എന്നും ദൈവത്തിൻ്റെ മുമ്പിലും, എല്ലാവരുടെ മുമ്പിലും, മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെ മുമ്പിലും ഒരു ട്രാൻസ്പെറൻസി ഉള്ളൊരു ഹൃദയമായിരിക്കണം. ദേഷ്യം വന്നോ ദേഷ്യം ഉണ്ടെന്ന് കാണിക്കണം കേട്ടോ. ദേഷ്യം ഉണ്ടെങ്കിൽ പറയണം, എൻ്റെ സഹോദരനെ, എനിക്ക് നിങ്ങളോട് വെച്ച ദേഷ്യമാണ്, നിങ്ങൾ കാണിച്ച ആ പണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ദേഷ്യം മുഖത്തൊന്നും അകത്തൊന്നും വെക്കല്ലേ. മുഖത്തൊന്നും
അകത്തൊന്നും വെക്കൽ. അത് ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷെ പൊളൈറ്റ്ലി കാര്യങ്ങളെ ചെയ്യണം. നോക്കിയേ, സ്വർഗത്തിൽ പിശാചി എന്ന് വാദിക്കുക. നിങ്ങൾ ഈ വേർഡ് ശ്രദ്ധിക്കണം, അതിനു വേണ്ടിയാണ്. പിശാച് സ്വർഗത്തിൽ ചെന്ന് വാദിക്കുക. അതായത് ഇയ്യോബ് അവൻ നീതിമാനായിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇവൻ ഇതെല്ലാം ഉള്ളത് കൊണ്ട്. അങ്ങൊന്ന് തൊട്ട് കാണിക്കും. ഇപ്പോൾ ഒന്ന് പെർമിഷൻ തരാമോ? പെർമിഷൻ തന്നാൽ ഞാൻ അവനെ തൊടാം. അങ്ങ് പെർമിഷൻ തന്നാൽ ഞാൻ അവനെ തൊടാം. അന്നേരം അവൻ്റെ കഷ്ടത വരുമ്പോൾ എന്തോ പറ്റും? അവൻ ദൈവത്തെ തള്ളിപ്പറയും. ദൈവം ചിരിച്ചു. എന്തിനാ ദൈവം ചിരിച്ചതെന്നറിയാമോ? നിങ്ങൾ ഈ വേർഡ് ശ്രദ്ധിച്ച് കേൾക്ക്. ദൈവം എന്തിനാ ചിരിച്ചതെന്നറിയാമോ? ദൈവത്തിന് ഒരാളുടെ ഹൃദയത്തെ അറിയാം. നിങ്ങൾ പറഞ്ഞു, ദൈവത്തിന് ഒരാളുടെ ഹൃദയത്തെ അറിയാം. ദൈവത്തിന് അറിയാം. പിശാചേ, നീ വേറൊരു വേർഡ് നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാം. ലോകത്തിലുള്ള മനുഷ്യർക്കെല്ലാം ദൈവത്തെ വിശ്വാസം. ആരെ വിശ്വാസം? നമുക്കെല്ലാം ആരെ വിശ്വാസം? ദൈവത്തെ വിശ്വാസം. പക്ഷെ ഇയ്യോബിൻ്റെ തലമുറയിൽ ദൈവത്തിന് ഇയ്യോബിനെ വിശ്വാസം. മനസ്സിലായോ? നമ്മുടെ നമുക്കെല്ലാം ആരെ വിശ്വാസം? ദൈവത്തെ വിശ്വാസം. ദൈവം നല്ലവനാ, എത്ര ഞാൻ എന്തൊക്കെ ചെയ്താലും ദൈവം എന്നെ അനുഗ്രഹിക്കും. പിന്നെ സൂപ്പർ മാളും ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ അല്ലേ, ഇല്ല എന്ത് ചോദിച്ചാലും ഇങ്ങനെ തരും ദൈവം. ദൈവത്തെ ഭയങ്കര വിശ്വാസം. ദൈവം നമ്മളെ കൈവിടത്തില്ല, ഭയങ്കര വിശ്വാസം. പക്ഷെ ആ തലമുറയിൽ നേരെ തിരിച്ചായിരുന്നു. ദൈവത്തിന് ഒരാളെ വിശ്വാസമാണ്. ആരെ വിശ്വാസം? ഇയ്യോബിനെ വിശ്വാസം. ഈ തലമുറയിൽ നമുക്കെങ്ങനെ? ഈ മനുഷ്യൻ കഷ്ടതയിൽ കൂടെ പോയാലും, ഈ മനുഷ്യനെ ഞാൻ തീ കൂടെ വിട്ടാലും, ഈ മനുഷ്യനെ ഞാൻ ഏതൊക്കെ വേദന കൂടെ വിട്ടാലും ആ മനുഷ്യൻ എന്നെ തള്ളിവിടത്തില്ല. ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇനിയും തീയിൽ കൂടെ പോയാലും ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ അസ്ഥിയും ത്വക്കും എല്ലാം ക്ഷയിച്ചു പോയാലും, എൻ്റെ കണ്ണഴുകിപ്പോയാലും അന്യൻ്റെ കണ്ണല്ല. ബാക്കി അറിയാവുന്നവർ പറഞ്ഞ വാക്യം, എൻ്റെ സ്വന്തം കണ്ണാൽ എൻ്റെ ദൈവത്തെ ഞാൻ കാണും. ഇനിയും അവൻ എന്നെ ശോധന ചെയ്താലും, ഇയ്യോബ് സൗഖ്യമായിട്ട് പറയുക, ഇനിയും അവൻ എന്നെ ശോധന ചെയ്താലും ഞാൻ അവനായി കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും, അവൻ എന്നെ അടിച്ചാലും ഞാൻ അവനായി. പറഞ്ഞു നിങ്ങളെ വീട്. അപ്പം നിങ്ങൾ പറ, ചുമ്മാ ആന്നോ ദൈവം പറഞ്ഞേ? നമുക്കല്ലേ അങ്ങനെ? നമുക്ക് ദൈവത്തെ വിശ്വാസമാണ്. പക്ഷെ ഇയ്യോബിനോ? പറഞ്ഞോ, ദൈവത്തിന് എങ്ങനാ? ആ തലമുറയിൽ ദൈവത്തിന് ഈ തലമുറയിൽ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാമോ? ചിലർക്ക് ദൈവത്തെ തള്ളിവിടാൻ അവരെന്തോ കാരണമുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കും. ആത്മീയം ഉടച്ചു കളയാൻ എന്ത് കാരണമുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ കൂടുതൽ പിശാച് എരുതിക്കാത്ത എണ്ണയും കൂടെ ഒഴിക്കും. ഇന്ന് മഴ, അതുകൊണ്ട് പള്ളിയിൽ പോകുന്നില്ല. ഇന്നെനിക്ക് കാലുവേദന, പള്ളിയിൽ പോകുന്നില്ല. ഇന്നെനിക്ക് വചനം പറയുന്നുണ്ട്. സ്റ്റെല്ലറുടെ റിബല്യൻ വേറെ ടൈപ്പാണ്. നിങ്ങൾ എന്നോട് ഒന്ന് പറഞ്ഞ് സ്നാനപ്പെടാം, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടത്തില്ല. ദൈവവചനം പറയുന്നു ക്ഷമിക്കണമെന്ന്, ഞാൻ ക്ഷമിക്കത്തില്ല. ചിലർ റിബല്യനാണ്. ദൈവത്തിനറിയാം ഇവനെ ആര് ശോധന ചെയ്യേണ്ട, അവൻ തന്നെയുള്ള വകുപ്പെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് ഇയ്യോബിനെ വിശ്വാസം. നമ്മളെ ഈ തലമുറയെ ദൈവത്തിന് വിശ്വസിക്കാം, നമ്മളെ വിശ്വസിക്കാം. അത് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുക കേട്ടോ. ഞാൻ അവോട് പറഞ്ഞ് മാറുക. ആഴത്തിൽ ചിന്തിക്കുക. ദൈവത്തിന് ഈ തലമുറയിൽ നിങ്ങളെ നിങ്ങൾ ഏതൊക്കെ വേദനയിൽ കൂടെ പോയാലും, നിങ്ങൾ ഏതൊക്കെ ശോധനയിൽ കൂടെ പോയാലും, ഏതൊക്കെ തരത്തിലുള്ള കഷ്ടതയിൽ കൂടെ പോകുമ്പോഴും ദൈവത്തെ തള്ളിവിടല്. ദൈവത്തെ നിങ്ങൾ എന്തോ എടുക്കണം? മുറുകെ പിടിച്ചോണം കേട്ടോ. ദൈവത്തെ മുറുകെ പിടിച്ചോണം. നന്മ കിട്ടുമ്പോൾ മാത്രമല്ല സ്തോത്രം പറയേണ്ടി കേട്ടോ. നന്മ കിട്ടുമ്പോൾ മാത്രമല്ല സ്തോത്രം പറയേണ്ടി. ഡീപ്പ് പെയിനിൽ പോകുമ്പോഴും എന്തോ ചെയ്യണം? ദൈവത്തോട് നിങ്ങൾ പറ, നന്ദി പറയണം. ദൈവത്തോട് നന്ദി പറയണം. കർത്താവേ, എനിക്ക് എൻ്റെ പരാജയത്തിലും വേദനയിലും ഞാൻ ദൈവത്തെ സ്നേഹിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്. കർത്താവേ, ഇനിയും കൃപ തരണേ. യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി ഒരിക്കൽ 2007 യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പോവാം. എനിക്കന്ന് നല്ലൊരു ബൈക്കില്ല എനിക്ക്. ഇന്ന് എനിക്ക് കാറും ബൈക്കും ഒക്കെ ഇഷ്ടം പോലെയല്ല. എനിക്ക് ബൈക്കും കാറും ഉണ്ട്. വിചാരിച്ചാൽ മേടിക്കാനുള്ളതേ ഉള്ളൂ. അന്ന് എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല, സൈക്കിൾ പോലും ഇല്ല, ഒരു ബൈക്കില്ല. ഞാൻ എമറിസ് പാസ്റ്ററുടെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി. ഒരു സ്പ്ലണ്ടർ ബൈക്കുണ്ട്, എടുത്തുകൊണ്ട് പോയി. എൻ്റെ പുറയിൽ മറ്റൊരു സഹോദരൻ ഇരിപ്പുണ്ട്, ജെയ്സൺ എന്ന് പറഞ്ഞൊരു ബ്രദർ ഇരിപ്പുണ്ട്. ഞങ്ങൾ 2 ഹെൽമെറ്റ് വെച്ചുകൊണ്ട് സർജാപുരയിൽ പോവാം.
ജാനുവരി 26 നടക്കുന്ന യൂത്ത് മിനിസ്ട്രിക്ക് വേണ്ടി ടീഷർട്ട് ഓർഡർ ചെയ്യാൻ പോവാം. അപ്പോൾ നേരത്തെ ഓർഡർ കൊടുക്കാൻ പോവാം. 1 നവംബർ 1 വർക്ക് ചെയ്യാം. 2008 7 മീറ്റിങ്ങിന് മുമ്പേ 2007 മീറ്റിങ്ങിന് മുമ്പേ, 2006 അതോ 8 അതിന് മുമ്പേ വണ്ടി എടുത്തുകൊണ്ട് പോവാം. എനിക്കൊന്ന് 7 നവംബർ 1 ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോവാം. വൈകിട്ട് പോയി ഒരു ലോറിക്കാരൻ വന്ന് എന്നെ പിടിച്ചു. ഞാൻ വണ്ടിക്ക് അടിയിലായിപ്പോയി. എൻ്റെ കൈയും സ്റ്റക്ക. പാസ്റ്റങ്ങളുടെ വണ്ടിയുടെ മേളിൽ കൂടെ റിമ്മേ കൂടെ ലോറി കയറി. ഞാൻ അതിനകത്ത് സ്റ്റക്കായി അടി കിടക്കാം. എൻ്റെ കാലെല്ലാം ഉരഞ്ഞു. എൻ്റെ കാലിൽ ഇന്നും പാടുണ്ട്. സ്കിൻ മൊത്തം പോയേക്കാം. ഞാനവിടെ കിടക്കുക. എൻ്റെ പുറകിൽ ഇരുന്ന സഹോദരൻ എങ്ങനെയോ വണ്ടിക്ക് അടിയിൽ നിന്ന് വെളി വന്നു. വെളി വന്നിട്ട് വണ്ടിക്കാരോട് പറയാം, വണ്ടി പുറകിലോട്ട് എടുക്കും, വണ്ടി പുറകിൽ. ദേഷ്യപ്പെടുക. ഞാനിങ്ങനെ അടിക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റക്കായി. ഹെൽമെറ്റ് ഊരാൻ പോലും പറ്റുന്നില്ല. ഞാൻ അതിനകത്ത് ഇരുന്ന് വിളിക്കുക, ബ്രദറേ. ആര് കേൾക്കാനാ? സ്റ്റക്കായിപ്പോയി. ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ ഞാൻ എഴുന്നേറ്റ് ഒത്തി അവിടെ ഒരു ഫുട്പാത്ത് ഉണ്ട്. അവിടോട്ട് ഞാൻ പോയിരുന്നു. ലോറി പുറകിലോട്ട് എടുത്തു. ഞാനൊരു കാല് നോക്കിയാൽ കാലിലെ സ്കിൻ മൊത്തം പോയി. ഞാനിങ്ങനെ കാലെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. വണ്ടി നോക്കും, വണ്ടി റിമ്മ് വളഞ്ഞു കിടക്കുന്നു. എനിക്ക് മനസ്സിലായി കാശില്ല. എൻ്റെ അന്നത്തെ സാലറി എങ്ങാണ്ട് 1500 രൂപയാണ്. ഒരു മാസത്തെ സാലറി 1500 രൂപയായി. വണ്ടി ശരിയാക്കണേ പൈസ വേണം. എവിടെ? കഴിഞ്ഞു. അതും പാസ്റ്ററുടെ വണ്ടി. ചർച്ച മൊത്തം എൻ്റെ നേരെ കയറും. എല്ലാവരും കൂടെ എന്നെ ഉപദ്രവിക്കാൻ നോക്കും. ഇങ്ങനെ കാലെ പിടിച്ചു. എല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വന്നു. മറ്റേ ബ്രദറാന്നപ്പോഴത്തേനും വണ്ടിക്കാരോട് എന്തൊക്കെയോ പറഞ്ഞു. ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. എൻ്റെ മനസ്സിൽ ഇവരാൾക്കാരൊക്കെ കൂടി എൻ്റെ മനസ്സിൽ നിന്നൊരു ചിന്ത വരിക, എടാ മര്യാദയ്ക്ക് എങ്ങാണം വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു നിനക്ക്. ബാക്കിയുള്ള നിൻ്റെ കൂട്ടുകാരെല്ലാം അവർ ജോലിക്കും പോയി, അവർ കാശും ഉണ്ടാക്കി. നീ ദൈവമെന്ന് പറഞ്ഞു നടക്കുക. നിനക്കൊരു യൂത്ത് മീറ്റിങ്ങും ഒരു കാര്യവും. നീ ഇങ്ങനെ നടക്കുക. വേണ്ട അനുഭവിച്ചു. നിൻ്റെ കാല് തന്നെ എൻ്റെ ഉള്ളിൽ ഇതെല്ലാം വരിക. ഇനി ഈ കാലെങ്ങനെ നേരാകും? ഇതുകൊണ്ട് നീ ഒത്തി നടക്കും. നിനക്ക് മനുഷ്യൻ്റെ കുറേ സിമ്പതി കിട്ടും. എല്ലാം കൂടെ വന്ന് എൻ്റെ അകത്ത് എല്ലാം കൂടി ഇങ്ങനെ കയറി വരിക. കർത്താവിൻ്റെ വേലയ്ക്ക് യൂത്ത് മീറ്റിങ്ങിന് ആദ്യമായിട്ട് പോയതാണ്. എനിക്ക് വലിയൊരു പാഷനാണ് യൂത്ത് മീറ്റിംഗ്. എനിക്ക് കാലെ പിടിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ പോരായിരുന്നോ? ബൈക്ക് ശരിയാക്കണം, കാല് നന്നാവോ, എല്ലാം. ഞാൻ ഈ കാല് ഇതെല്ലാം എൻ്റെ ചിന്തയ്ക്കകത്തോട് വരുമ്പോൾ ഞാൻ അതിനെ താലോലിച്ചില്ല. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അതിനെ റിജക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, പിശാചേ, എൻ്റെ ഈ കാല്, അതും വേദനപ്പെട്ടിരിക്കും. ഞാൻ അന്ന് പറയാം, എൻ്റെ ഈ കാല് പോയാലും വേണ്ടിയില്ല. ഞാൻ വെച്ച കാല് പുറകിലോട്ടില്ല. ഞാൻ യേശുവിനായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക. എൻ്റെ കാല് മുറിഞ്ഞ് ചോര ഒഴിച്ചുകൊണ്ടിരിക്കുക. അന്ന് ഈ വേദനയ്ക്കകത്ത് ദൈവം എനിക്ക് പറയാനൊരു കൃപ വന്നാൽ ഞാൻ പറഞ്ഞു, എൻ്റെ കാല് പോയാലും വേണ്ടിയില്ല. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വീണ്ടും പോകും. ഈ വയ്യാതെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലോറിക്കാരെല്ലാം കൂടെ വന്നു. അവരെന്നെ ചതിച്ചു. ഹോസ്പിറ്റലിലിട്ട് കേട്ടോ, ചതിച്ചു. എങ്ങനെ ചതിച്ചെന്നൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു. അതിൻ്റെ പെയിൻ. പോലീസുകാർ വന്നപ്പോൾ പറഞ്ഞു, കേസ് കൊടുക്കില്ല ഞങ്ങളുടെ നേരെ, കേസ് ഇല്ലെന്ന് പറഞ്ഞ് വിട്ടേക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊത്തം നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു ഗ്യാസ് കമ്പനിക്കാരനായിരുന്നു. എനിക്കറിയാവുന്ന ഒരാൾ. ചർച്ച ഗ്യാസ് കൊണ്ടുവരുന്ന ഒരുത്തനായിരുന്നു. അവൻ പെട്ടെന്ന് വന്നിട്ട് ഒന്നും വേണ്ട, ഒരു മുസ്ലിം ഒരുത്തനായിരുന്നു. നിങ്ങൾ ഒരു പൈസ, ഞാൻ ഫുള്ള് കേസ് വരുമ്പോൾ അവരെല്ലാം മാറിയിരുന്നു. പോലീസ് ഞാൻ പറഞ്ഞു, ഒരു കേസും ഇല്ല, പൊക്കോളാൻ പറഞ്ഞു. പോലീസുകാരും ചോദിച്ചു, പിന്നെയും കേസുണ്ട് അവന്മാരെന്ന്. ഞാൻ പറഞ്ഞു, സാർ ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ അങ്ങ് കണ്ണു അടച്ച് വിശ്വസിക്കും. പോയി കഴിഞ്ഞപ്പം ബില്ല് വന്നു. ബില്ലെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് അയാളുടെ കൊടുത്തേക്കാൻ പറഞ്ഞു. അവരെന്നെ വണ്ടി ഇടിച്ചതെന്ന് പറഞ്ഞു. എന്തോ ചോദിച്ചു. അമ്മമാർക്ക് ഒരു 10 രൂപയുടെ കുറച്ച് കേട്ട് പോയ 10 രൂപ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു. ഞാൻ ഇതെന്തോ ചോദിച്ചു. ബില്ല് കൊടുക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. അവർ പണി നോക്കിപ്പോയി. എൻ്റെ പൈസയും ഇല്ല. അവരെന്നെ ചതിച്ചു. എന്നിട്ട് വീട്ടിൽ പോടാന്ന് പറഞ്ഞു. കേസ് കൊടുക്കേണ്ട പോലീസ് കൊടുത്തായിരുന്നു. ഇവരത് പേയ്മെൻറ്റ് ചെയ്യണം. അവർ നൈസ്ലി കേസും മാറ്റി. എൻ്റെ മനസ്സ് തകർന്നു. എൻ്റെ കാല് വീക്കി. എൻ്റെ മനസ്സ് തകർന്നു. എന്നാ ചതി. ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ലൈഫിൽ ചിലതൊക്കെ പോകേണ്ടിടത്ത് ലീഗലി തന്നെ പോക്കോണം. ഞാൻ എൻ്റെ കൂട്ടുകാരാരാണ്ട് വന്നു. ആരൊക്കെയോ എങ്ങനെയൊക്കെയോ പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ഹോസ്പിറ്റലിൽ നഴ്സസ്മാരും ഒക്കെ എൻ്റെ പരിചയമുള്ളതുകൊണ്ടോ ചർച്ചിനെ പരിചയമുള്ളതുകൊണ്ടൊക്കെ പൈസ കുറച്ച് വീട്ടിൽ പോയി. പൈസ ഇല്ല കൊടുക്കാൻ. വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ മമ്മിയുടെ എൻ്റെ ഫ്രണ്ട്സ് 2 പിടിച്ചുകൊണ്ട് എന്നെ മേളിൽ 2nd ഫ്ലോറിൽ കൊണ്ട് കയറ്റി. മമ്മി അവിടെ ചെന്ന് മമ്മി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് അവിടുന്ന് കാര്യം പറഞ്ഞു. എൻ്റെ മനസ്സിൽ പിന്നെയും വരുന്നു, യൂത്ത് മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ഇറങ്ങിയില്ല, പിന്നെ ആരിറങ്ങും? ആ വയ്യാത്ത ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ബിനോയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, വാ, എന്നെ ഇവിടുന്ന് ബൈക്കിൽ കൊണ്ടുപോകും. ഞാൻ രാത്രി 9 മണിയോ 10 മണിക്കോ വീണ്ടും ചർച്ചിൻ്റെ ഓഫീസിൽ പോയി വർക്ക് ചെയ്തു.
വയ്യാത്ത പക്ഷെ നിനക്ക് എന്തോ കുഴപ്പമുണ്ടോ? വയ്യാത്ത കാലം കൊണ്ട് കുറച്ച് സമയം കിടക്കും. അന്ന് രാത്രി ഞാൻ പോയി. ഞാൻ തോറ്റു കൊടുക്കുന്ന പണിയില്ല. പിശാച് നമ്മളെ ശോധന ചെയ്യും അല്ലെ? പിശാചല്ല, ദൈവം തന്നെ ചിലപ്പോൾ അനുവദിക്കും. പിശാച് പരീക്ഷിക്കുന്ന ബൈബിളിലുണ്ട്, ദൈവം പരീക്ഷിക്കുന്നു. പക്ഷെ നെവർ ഗിവ് അപ്പ്. ആ വയ്യാത്ത കാലം കൊണ്ട് ആ വർഷം യൂത്ത് മീറ്റിംഗ് നടത്തി. എൻ്റെ കാലൊക്കെ സൗഖ്യമായി, ഒരു കുഴപ്പം പറ്റില്ല. എൻ്റെ കാലിൽ നിന്ന് ഓടുകയും ചാടുകയും കളിക്കാനും എല്ലാം ഒരു കുഴപ്പമില്ല. എത്രയോ രാജ്യങ്ങളിൽ പോയി ഈ കാലം കൊണ്ട്, എത്രയോ സ്ഥലത്ത് പോയി. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ടോപ്പ് യൂത്ത് മീറ്റിങ്ങിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ലൈഫ് ലൈറ്റ് ടീം വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ടോപ്പ് ഒരു 5 യൂത്ത് മിനിസ്റ്ററുടെ ടീം എടുക്കുക, ICPF, ക്യാമ്പസ് ക്രൂസേഡ് എന്നൊക്കെ പറഞ്ഞ് ടീം എടുത്താൽ ആദ്യത്തേനകത്ത് നമ്മൾ വന്നാൽ ആദ്യത്തേനകത്ത് നിങ്ങൾക്ക് സ്വത്രം വരത്തില്ല. അതിൻ്റെ പെയിൻ നിങ്ങളെല്ലാം എടുത്ത് നമുക്ക് ദൈവം തന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മളെ ശോധന ചെയ്യും, വേദനയെ കൂടെ വിടും. നിങ്ങളോട് ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. ദൈവം ശോധന ചെയ്യുന്നത് മരുഭൂമി കൂടെ. ഓർക്കുന്നുണ്ടോ? ടെസ്റ്റ് എവിടെ വെച്ചാ? വിൽഡർനെസ്സിൽ വെച്ചാൽ. ഓർക്കുന്നുണ്ടോ അതൊക്കെ? വിട്ടുകൊടുക്കൽ. ദൈവം ഇയ്യോബിനോട് പറഞ്ഞു. ഇനി അടുത്ത വേർഡ്, അതിനെവിടെ കയറിയെന്ന് അതിലേക്ക് വരാനാണ്. ഇനി ദൈവം പറഞ്ഞ് അനുവദിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? ദൈവത്തിന് ഇയ്യോബിനെ വിശ്വാസം. പറഞ്ഞേ, ദൈവം എന്തുകൊണ്ട് അനുവദിച്ചു? ദൈവത്തിന് ഇയ്യോബിനെ വേറൊരു വേർഡും കൂടെ പറഞ്ഞിട്ട് ഞാൻ താഴെ വരാം. എന്തോന്നറിയാം? നമ്മൾ ചിലപ്പം പറയും, അയ്യോ ഇയ്യോബിനെ പോലെ ദൈവം എന്നെ പരീക്ഷിക്കുക. ചുമ്മാതാ മോനെ, നിന്നെ പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കയ്യിൽ പരീക്ഷയ്ക്കുള്ള എല്ലാ വകുപ്പും ഉണ്ട്. പിന്നെ ദൈവം പരീക്ഷിക്കുന്നത് എന്തിനാ? മനസ്സിലാകുന്നുണ്ട്? ഒരാളൊരു ചർച്ച സാക്ഷി പറയുമ്പോൾ സ്ഥിരം പാടുന്ന പാട്ടായിരുന്നു, കണ്ണുനീരെന്നു മാറുമോ വേദനകൾ എന്ന് തീരും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ കഥ? കണ്ണുനീരെന്നു മാറും. ഒരു പുള്ളി എഴുന്നേറ്റ് സാക്ഷി പറയും, ഇത് എല്ലാ അടുത്ത ആഴ്ചയിലും കണ്ണുനീരെന്നു മാറുമോ വേദനകൾ. അടുത്ത ആഴ്ചയിലും സാക്ഷി പറയും. പുള്ളിക്ക് ഈ പാട്ടേ ഉള്ളൂ പാടാൻ. എന്നിട്ട് 2 വാക്ക് സാക്ഷി പറയും. ഒരു ദിവസം ഇത് കേട്ടൊരു അമ്മച്ചി ഇരുന്ന് കേട്ട് താഴം വെച്ചു. ഈ പുള്ളി കണ്ണുനീരെന്നു മാറുമോ എന്ന് ഈ പാട്ട് പാടി അങ്ങോട്ട് തീരെ അമ്മച്ചി സാക്ഷി പറയുന്നതിന് മുമ്പേ അമ്മച്ചി പറഞ്ഞു, എടാ നിന്റെ കയ്യിലിരിപ്പെന്ന് മാറുമോ അന്ന് നിന്റെ കണ്ണുനീര് മാറുമോ? നിന്റെ കയ്യിലിരിപ്പെന്ന് മാറുമോ അന്ന് നിന്റെ കണ്ണുനീര് മാറുമോ? നമ്മളെ പരീക്ഷിക്കാൻ പിശാചിനൊന്നും വേണ്ട. കാരണം നമ്മുടെ കയ്യിൽ തന്നെ ഒത്തിരി എന്തോ പറ്റി എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ തന്നെ ഒത്തിരി ഉണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിൽ ദൈവം ഇയ്യോബിനെ അനുവദിച്ചു. അതുപോലെ ആയിരിക്കത്തില്ല നമ്മളെ അനുവദിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇനി ഞാൻ പറയുന്ന വേർഡ് നിങ്ങളെല്ലാം എന്നെ ശ്രദ്ധിച്ചേ. എന്തുവാണെന്നറിയോ? സ്വർഗത്തിൽ ദൈവം അനുവദിച്ചു. ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? സ്വർഗത്തിൽ ദൈവം, നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യേ. സ്വർഗത്തിൽ എവിടുന്നാ പിശാച് പെർമിഷൻ മേടിച്ചേ? കോടതി. സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ കോടതി എന്ന് പറഞ്ഞു. അവിടുന്ന് പെർമിഷൻ മേടിച്ചു. കിട്ടിയ നിങ്ങൾക്ക് മനസ്സിലായി? ഇത്ര മനസ്സിലായ? സ്വർഗത്തിൽ ദൈവം പെർമിഷൻ കൊടുത്തു. ആർക്ക് പെർമിഷൻ കൊടുത്തു? സാത്താന് പെർമിഷൻ കൊടുത്തു. ഇത്രയും മനസ്സിലായോ? ഒരിക്കൽ കൂടെ, എവിടെ പെർമിഷൻ കിട്ടിയേ? ഒരു കാര്യം പഠിപ്പിക്കാൻ എവിടെ പെർമിഷൻ കിട്ടിയേ? സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 1, ബൈബിൾ വായിച്ചു. ആദ്യത്തെ അറ്റാക്ക് വന്നു. അറ്റാക്ക് വരുന്നത് യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം, എനിക്ക് തോന്നുന്നു 13-14 വാക്യങ്ങളിൽ പെടും. പെട്ടെന്ന് ശബായേർ വന്നു. നിങ്ങളിവിടെ നിർത്തി ചിന്തിക്കുക. ഇന്നിത് പറഞ്ഞില്ലെങ്കിൽ, ഒത്തിരി പറഞ്ഞില്ലെങ്കിലും പോയി, ഒറ്റ വേർഡ് പറഞ്ഞാൽ മതി. ലിസൺ കെയർഫുള്ളി. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾക്ക് ലൈഫിനും ഭയങ്കര ഇൻസൈറ്റാ. ദൈവത്തിൻ്റെ വചനം പൊന്നിനേക്കാൾ വിലയുള്ളതാണ് കേട്ടോ. ദൈവത്തിൻ്റെ വചനം പൊന്നിനേക്കാൾ. ലിസൺ. ആൻറ്റി വായിച്ച വാക്യം 14-ാമത്തെ വാക്യം വായിച്ച്. പെട്ടെന്ന് ശബായേർ വന്ന് വായിച്ചു. ആരെങ്കിലും വായിച്ചു? വായിച്ചു കറക്റ്റ് തന്നെ വായിച്ചു. ആൻറ്റി മതി. ഞാൻ ആ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇന്നത്തെ ദിവസം അടുത്ത സമയം പോകും. ആ വേർഡ് ഞാൻ വേണേൽ എഴുതി വെച്ചു. വേഴ്സ് നിങ്ങൾ വീട്ടിൽ പോയി പഠിച്ചു. പ്ലീസ് ലിസൺ. ഇന്നത്തെ രീതിയിലോട്ട് കണക്ട് ചെയ്യാൻ പോവാം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
ക്വസ്റ്റ്യൻ യോബിന് ചുറ്റും എന്തൊക്കെയുണ്ട്? 3 വേലിയുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? യോബിന് ചുറ്റും എന്തോ ഉണ്ട്? 3 ലെവൽ വേലിയുണ്ട്. ഈ വേലി പൊളിച്ചു കളയാതെ പിശാചിന് കയറാൻ പറ്റത്തില്ല. ഇവൻ എവിടെ പോയി പെർമിഷൻ ചോദിച്ചു? പറഞ്ഞോ? കോടതിയിൽ, സ്വർഗത്തിൽ പെർമിഷൻ കിട്ടി. ഡൺ. ഞാൻ അനുവദിച്ചിരിക്കും. എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവം അനുവദിച്ചെന്നുണ്ടെങ്കിൽ അതിന് മുമ്പിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മളെ അതും അങ്ങനെ ആയിരിക്കത്തില്ല അനുവദിക്കുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. ദൈവം അനുവദിച്ചു. പെട്ടെന്ന് ഷെബായേർ എന്നൊരു കൂട്ടർ വന്നു. യോബിൻ്റെ, എൻ്റെ ചോദ്യം നമ്പർ 1, എവിടുന്ന ഷെബായർ വന്നേ? ഭൂമിയിൽ. ആരാ അത്? ഒരു ജാതി. ഷെബായർ ആരാ? പിശാചല്ല, ഒരു ജാതിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ആര് ഷെബായരോട് പറഞ്ഞു യോബിൻ്റെ വേലി പോയെന്ന്? പറഞ്ഞു. സാത്താനാൽ നയിക്കപ്പെടുന്ന അവൻ്റെ ഏജൻ്റായിരുന്നു, ഭൂമിയിലെ ഏജൻ്റായിരുന്നു ഷെബായർ. ക്വസ്റ്റ്യൻ, ഈ വേലി ആർക്കെങ്കിലും കാണാമായിരുന്നോ? യോബിന് ചുറ്റും കെട്ടിയ വേലി ആർക്കെങ്കിലും കാണാമായിരുന്നോ? ഇല്ല. ഈ വേലി പോയെന്ന് എങ്ങനെ മനസ്സിലായി? പറഞ്ഞു. സാത്താൻ എവിടെ വെച്ച് പെർമിഷൻ കൊടുത്തു? നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യ്. സ്വർഗത്തിൽ പെർമിഷൻ കിട്ടി. എൻ്റെ ചോദ്യം, ആ പുള്ളിയോട് ആര് പറഞ്ഞു? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വേലി നഷ്ടമാകുമ്പം സാത്താൻ കൊമ്പ് വെച്ചോണ്ടല്ല വരുന്നേ. ചിലപ്പം വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടായിരിക്കും വരുന്നത്. അതിന് അടുത്ത പഠിപ്പിക്കാൻ പോവാ. അസൂയ നിറഞ്ഞവർ, പൈശാചിക ശക്തികളാൽ നയിക്കപ്പെടുന്നവർ നിങ്ങളുടെ നന്മയ്ക്കകത്ത് കയറണമെങ്കിൽ ആ പിശാചിനെ വഹിച്ചുകൊണ്ട് വരുന്ന ഒരു കാരിയർ വേണം. മനസ്സിലാകുന്നുണ്ടോ? ആ പിശാചിനെ വഹിച്ചുകൊണ്ട് വരുന്ന സഭയ്ക്കകത്ത് പിശാചിന് കയറി വരണം. പിശാച് വരുമോ? നാളെ പിശാച് ഡയറക്റ്റ് വരുമോ? ഒരിക്കലും വരത്തില്ല. ഒരിക്കലും വരത്തില്ല. പക്ഷെ പിശാച് എന്തോ കൊടുക്കും? അവനൊരു കാരിയർ വേണം. ഒരു കുടുംബത്തെ നശിപ്പിക്കണം, ഒരു സഭയെ നശിപ്പിക്കണം. അതിന് ആര് വേണം? അവന് കാരിയർ വേണം. അഭിധാനെ, അല്ലെങ്കിൽ നിങ്ങൾ യങ് ഏജ് ആയതുകൊണ്ട് ഞാൻ പറയാം, വിജിനെ ആരെങ്കിലും, മോനെ നിന്റെ ജീവിതത്തെ നശിപ്പിക്കണം. പിശാച് എന്തോ ഇട്ടെന്നറിയോ? ആരെങ്കിലും ഒരു കാരിയറിനെ പിടിച്ചിട്ട് നിന്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കും. നിനക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി തരും. അത് ആഹാരത്തിൽ കൂടെയോ, കേട്ടോ, ഞാൻ ഇവർ രണ്ടിനും പിള്ളേരുടെ പേര് പറയുമ്പം നിങ്ങളെല്ലാവരും ഓർത്തോ. ആഹാരത്തിൽ കൂടെയോ, സ്നേഹം നടിച്ചോ. അത് ചിലപ്പോൾ ഒരു ഗേൾ ആയിരിക്കാം, ഒരു ഫുഡായിരിക്കാം, ബോയ് ആയിരിക്കാം, ഒരു ഫുഡായിരിക്കാം, ഒരു എവിടെങ്കിലും നിന്നെ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ടുവന്നിട്ട് പിടിക്കാൻ വേണ്ടി. നിങ്ങളെന്നും ഓർത്തോ, വേലി പൊളിയാൻ അനുവദിക്കില്ല. ജലസിയുള്ള സ്പിരിറ്റ് എൻ്റെ ശുശ്രൂഷ തകർക്കാനായിരിക്കാം, എൻ്റെ ജീവിതത്തെ തകർക്കാനായിരിക്കാം. ഡയറക്റ്റ് പിശാചിന് വരാൻ പറ്റിയില്ലെങ്കിൽ ആര് വേണം? ഒരു കാരിയർ വേണം. എപ്പോഴും പിശാച് നോക്കുന്നത് ഒന്നുകിൽ അശുദ്ധ മനുഷ്യനെയോ അല്ലെങ്കിൽ അശുദ്ധ മൃഗങ്ങളെയോ. ആരെയോ നോക്കുന്നത്? അശുദ്ധ മനുഷ്യനെയോ അല്ലെങ്കിൽ അശുദ്ധ മൃഗങ്ങളെയോ. കാരണം അവനൊരു കാരിയർ വേണം. കേൾക്കുന്നുണ്ടോ? ഷെബായർ വന്നു. ഇപ്പം നിങ്ങൾ പറ, ഷെബായർ ആരായിരുന്നെന്ന് പറ? പിശാചിൻ്റെ ഒരു ജാതിയാണ്, പിശാചിൻ്റെ കാരിയർ, ഏജൻസ്. ഇവന് സിഗ്നൽ കിട്ടിയാൽ ഇവനങ്ങ് തോന്നി, ഇപ്പം എനിക്ക് ഇയ്യോബിനെ പോയി നേരെ വന്ന് ഇയ്യോബിൻ്റെ കാളകളെയും കഴുതകളെയും, അയ്യോ, കാളകളെയും കഴുതകളെയും. ഇയ്യോബിന് കാളയും കഴുത മാത്രമേ ഉള്ളൂ മക്കളെ? 3000 ആടില്ലേ? 3000 ആട്, 7000 ഒട്ടകം. അതിന് ഈ ചിലത് വരുന്ന നിന്റെ പർട്ടിക്കുലർ സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ചിലത് വരുന്നത് നിന്റെ പർട്ടിക്കുലർ വേലി പോയെങ്കിൽ മാത്രമേ. എപ്പോൾ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ പോകുമോ അന്നേരമാണ് ഫിസിക്കൽ അറ്റാക്ക് വരുന്നത്.
എൻ്റെ മക്കളെ, നിങ്ങൾ തലയ്ക്ക് 2 അടി കൊടുത്തിട്ട് ഗ്രഹിക്കുന്നത്. എപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ പോകുമോ, നിങ്ങളുടെ കൂടെ നല്ല എല്ലാ കുടുംബത്തിൻ്റെയും, ചില കുടുംബത്തിന് നിലത്ത് നിൽക്കാൻ നേരമില്ല, അട്ടി കിട്ടി പിശാച് ദൂത്തുറക്കി അടിക്കുക. ഉപവാസ പ്രാർത്ഥന 2 ആഴ്ച 2 മാസം കഴിഞ്ഞ് പിന്നെ ഉപവാസം, അടി. ഇതിനിടയ്ക്ക് അടി കിട്ടി. എടാ, ഒന്നും വേലി കെട്ട്, ഇടിഞ്ഞു കിടക്കുന്ന വേലി കെട്ട്. ഞാൻ വേലി കെട്ടുന്നത് എങ്ങനെ ബിൽഡ് ചെയ്യുന്നതെന്ന് പറയാൻ പോവും. മോനെ, ഞാനിപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഡെഡിക്കേഷനാണ് തുറന്നു പറയാം. എത്ര ജലസിയുടെ സ്പിരിറ്റ് ഇളകിയോന്നറിയാം. എത്ര ജലസി. എനിക്കറിയാം ചിലതൊന്നും നേരെ ജോലിയല്ല നോക്കുന്ന, വിക്കട് കണ്ണ. ഇവന് കിട്ടി. ചിലരൊക്കെ സ്വോത്രം പറയുന്നത് കേൾക്കാൻ അറിയാം. സ്വോത്രമല്ല, സൂത്രമാണ്. സ്വോത്രമൊന്നുമല്ല, സൂത്രമാണ്. ദൈവം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു ദൈവം, ഞാൻ പബ്ലിക്കലി ഇത് തുറന്നടിച്ച് പറയുന്നതില്ല, യൂട്യൂബിലും കൂടെ പോട്ടെ. ഒരു ദൈവ ഇതിലിൻ്റെ നന്മ കാണുമ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ ബീറ്റ് കൂടുന്നുണ്ടെങ്കിൽ നിൻ്റെ അകത്ത് അസൂയ കിടപ്പുണ്ട്. ഒരു മകൻ, അവൻ നല്ലൊരു ഡ്രസ്സ് ഇട്ടു, അവന് മാർക്ക് കിട്ടി, അവന് ജോലി കിട്ടി, അവൻ്റെ സാലറി ഇൻക്രീസ് ആയി, അവനൊരു ബൈക്ക് മേടിച്ചു, കാറ് മേടിച്ചു, അവൻ യാത്ര ചെയ്യുന്നു, അവൻ്റെ വീട്ടിലൊരു കുഞ്ഞു ജനിച്ചു, അവനൊരു ബിസിനസ് കിട്ടി, അവൻ സന്തോഷമായിട്ട് ചിരിക്കുന്നു. ഇവിടെ ബീറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ബീറ്റ് ഉണ്ടാകുന്നല്ല, ബീറ്റ് കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തുവാ? സ്പിരിറ്റ് ഓഫ് ജലസി നിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് ആള്. നീ ശാസിച്ചാൽ പിന്നെ ഒന്നും പോത്തുമില്ല. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. എൻ്റെ ഉള്ളിൽ ജലസി ഇരിക്കാന്ന് വെച്ചോ. എൻ്റെ ഉള്ളിൽ ജലസി ഇരിക്കുക, മറ്റുള്ളവനെ നന്മ കാണുമ്പോൾ എനിക്കങ്ങ് ജലസിയാ. നാളെ എൻ്റെ നേരെ വരുമ്പോൾ ഞാൻ പറയാം പിശാചേ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ അവൻ പോവോ? അവൻ പറയും പോടാന്ന് പറയും. നിൻ്റെ ഉള്ളിൽ ഞാനിരിക്കുക, പിന്നെ അങ്ങനെ ഞാൻ നിന്റെ വിട്ടു പോകുന്നേ? നിന്റെ ഉള്ളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു ശുശ്രൂഷനെ കാണുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നുണ്ടോ? നീ ശൗല. നിന്റെ ഉള്ളിൽ ശൗലിൻ്റെ ആത്മാവാണ്. കൊച്ചു പയ്യനായ ദാവീദിനെ കാണുമ്പോൾ, ദൈവം അവനെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ നിനക്കുള്ളിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഒന്നും വന്നില്ലെങ്കിൽ പോലും സന്തോഷിക്കാൻ പഠിക്കണം. ആണ്ടി, ഞാൻ വാചകം അടിക്കുന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുക, എടാ എനിക്ക് ഒരാളുടെ നന്മ കാണുമ്പോൾ എവിടെയെങ്കിലും കുഴപ്പമുണ്ടാകാറുണ്ടോ? ഒരാൾ ശുശ്രൂഷയിൽ ഉയരുമ്പം കുഴപ്പമുണ്ടാകാറുണ്ടോ? നെവർ. ഇപ്പം ഈ നിമിഷം വരെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ കാണല്ല. പിശാചിൻ്റെ ക്യാരിയർ ആകല്ല്. പിന്നെ നിങ്ങൾ കർത്താവെ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ദൈവത്തിനുണ്ടെങ്കിൽ അവൻ്റെ സമയം വന്നു, നിന്നെയും ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റും. നീയും വിശ്വസ്തനായി നടക്ക്. ഒരുത്തനും നിന്റെ നന്മ മുടക്കത്തില്ല. കേൾക്കുന്നോ ഞാൻ പറയുന്നത്? മക്കളെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നോക്കിയേ, കാളകളെയും കഴുതുകളെയും പിടിച്ചോണ്ട് പോയി. ചിലത് വരുന്ന നിങ്ങളുടെ നന്മയെ പിടിക്കാനാണ്. ഒട്ടകമില്ലായിരുന്നോ അവിടെ? ആടുകളില്ലായിരുന്നോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ആടൊന്ന് മുടഞ്ഞ് നടക്കുന്ന കണ്ടാലെങ്കിൽ ഒരു പുള്ളിക്ക് ഒരു സന്തോഷം വന്നേന്. ഇതെല്ലാം തുള്ളിച്ചാടിയാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആടുകളൊക്കെ, യോബിൻ്റെ ആടുകളൊക്കെ എങ്ങനെ നടക്കുന്നത്? തുള്ളിച്ചാടി. ഈ കാലൊന്ന് മുടന്നി കണ്ടായിരുന്നെങ്കിൽ കൊള്ളാം, ഒരു കാല് പോയിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് ജലസി. ചിലർക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, സമയം ഓടിപ്പോകുന്നു. ഞാനിത് നിങ്ങളോട് എന്തിനാ ആഴത്തിൽ പറയുന്നറിയാമോ? യുവർ ലൈഫ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. നിങ്ങളുടെ നന്മ വരുമ്പോഴേ ഇത് അറിയത്തുള്ളൂ. ഇപ്പോൾ അറിയത്തില്ല. നിങ്ങൾക്കൊരു പ്രൊമോഷൻ വരിക, കല്യാണം വരിക, ജോലി വരിക, ഒരിക്കലും വരാത്ത, ചിലപ്പം അങ്ങനെ ഒന്നും ആരുമില്ല, ഒരിക്കലും വരാത്ത ബന്ധക്കാർക്ക് ഇപ്പം നിങ്ങൾ വരണമെന്ന് തോന്നും. ഒരിക്കലും വിളിക്കാത്ത കൂട്ടുകാർക്ക് ഇപ്പം നിങ്ങളൊന്ന് വിളിക്കണമെന്ന് തോന്നും. ചിലർക്ക് നിങ്ങളോടൊന്ന് ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് തോന്നും. എന്താ പറ്റി? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ സമയമായി. നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നെസ് അറിയാം. ചുമ്മാ ബൈക്കിൽ പോവാ, ചുമ്മാ ബൈക്കിലും കാറിലും പോവാ. ഒരു പരിചയമില്ലാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വ്യക്തി വന്നിട്ട് ചുമ്മാ നമ്മൾ ചൂടായിട്ട് പോകും. ഇങ്ങനെ ചൂടായിട്ട് പുള്ളിക്കങ്ങ് ദേഷ്യം, ചൂടായിട്ട് പോകും.
എന്തുവാ? അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന അസൂയയുടെ ദുരാത്മാവ്. യു ഷുഡ് ബി വെരി അലേർട്ട്. എൽബദേൽ ചർച്ചിലുള്ള ദൈവമക്കളെ, നമുക്ക് ഒരു ചർച്ചിനോടും ഒരു വ്യക്തിയോടും ഒരു അസൂയയും വേണ്ട. ഒരു വ്യക്തിയോടും. സ്വർഗത്തിൻ്റെ കലവറയിൽ നിങ്ങൾക്കുള്ളതുണ്ട്. നിങ്ങൾക്കുള്ളത് ആർക്കും ദൈവം കൊടുക്കത്തുമില്ല. പക്ഷെ നിങ്ങളുടെ സമയം വരും, നിങ്ങളത് ദൈവസന്നിധി ബിൽഡായെങ്കിൽ മാത്രമേ തരത്തുള്ളൂ. ഞാനും ആശയം കൂടെ നെയ്തമ്മോനോട് പറയും, ഇന്ന് ചർച്ചയിൽ വന്ന് അടങ്ങിയിരിക്കാമെങ്കിൽ ഇന്ന സാധനം മേടിച്ചു തരാം. അടങ്ങിയിരുന്നില്ലേ പറയും മേടിച്ചു തരത്തില്ല. അവന് ഇഷ്ടപ്പെട്ട സാധനം ഞങ്ങൾ പറയും. അടങ്ങിയിരുന്നില്ലേ മേടിച്ചു കൊടുക്കത്തില്ല. എടാ, ഇത് മേടിച്ചു കൊടുക്കാതിരിക്കാനാണോ? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? കട അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? മനസ്സില്ലാഞ്ഞിട്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? അവൻ പഠിക്കണം, ട്രെയിൻഡാണ്. നമ്മുടെ ലൈഫിൽ ദൈവത്തിന് തരാൻ പറ്റാത്തതുകൊണ്ടാണോ? ദൈവത്തിൻ്റെ കയ്യിലില്ലേ? പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്തുവാ? നമ്മുടെ പണി, നമ്മുടെ ജീവിതത്തിലെ പണി, നമ്മുടെ ജീവിതത്തിലെ ട്രെയിനിങ്. നിങ്ങളെന്നും ഒരുപോലെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ ഇന്നർമാനെ പണി. ചിലപ്പോൾ നമുക്കത് വേദനയാണ്, നമ്മുടെ ഈഗോ ക്ലാഷ് ആവും. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുന്ന ചിലതൊക്കെ വരും. സാഹചര്യം വരും. കർത്താവേ, ഇല്ല, എന്നെ തന്നെ ഞാൻ കൊല്ലുക, എന്നെ തന്നെ വചനത്തിനു മുമ്പ് ഞാൻ കൊല്ലുക. മക്കളെ, ദൈവമക്കളെ, ശബായരു വന്ന് ഞാൻ ഇവിടെ മാത്രം നിൽക്കട്ടെ. മോനെ, നിൻ്റെ വീടിന് ചുറ്റും, നിങ്ങളുടെ മക്കളെ, നിങ്ങൾ ഓരോരുത്തരുടെ വീടിന് ചുറ്റും നിങ്ങൾ വേലി കെട്ടണം. അപ്പനും അമ്മയ്ക്ക് അറിവ് കിട്ടത്തില്ല. നിങ്ങളതിനെ വചനം പഠിക്കാൻ ഞാൻ വരാൻ പറഞ്ഞേ. പ്രസംഗം കേട്ടുപോയാൽ നല്ല കയ്യട്ടിയും ബഹളവും സ്വോത്രവും എല്ലാം കൂടെ ഒന്നും മനസ്സിലായില്ല. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇരിക്കും, ഇതേ പോരാട്ടത്തിലിരിക്കും. പക്ഷെ വചനം പഠിച്ച് ഹീലിംഗ് നടക്കും. ഇന്നലെ മിനിങ്ങാന്ന് കർത്താവ് നിങ്ങളുടെ വീടിനെ കുറിച്ച് എന്നോട് അത് പറഞ്ഞ, നിങ്ങളുടെ വീട്ടിൽ എന്തോ ചെയ്യാൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്തോ സംഭവിച്ചു, വർഷങ്ങളായിട്ട് കിടന്ന് എന്തൊക്കെയോ അവിടെ വിട്ടുപോയി. ഇന്ന് ഞാൻ അങ്ങോട്ട് വരിക, ചിലത് വിട്ടുപോകും. സൗഖ്യമായെന്ന് പറഞ്ഞു. എനിക്കറിയാം, വചനം ജീവനാണ്. സൗഖ്യമായിക്കോളൂ, അത് ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. ഇതിലേറ്റവും ഉപരി നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ആകുന്നു. വ്യക്തിത്വത്തിനകത്ത് എന്തോ കൊടുക്കും അറിയാം? ഒന്നും അറിയാം. നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ മുഖത്ത് എന്തൊക്കെ ഗുണമുണ്ടോ അതല്ല നിങ്ങളുടെ മേൽ വരും. ഞാൻ കള്ളനാണെങ്കിൽ നിങ്ങൾ ആരായിത്തീരും? എന്തുപറ്റി മിണ്ടായിരിക്കുന്നത്? നിങ്ങൾ കള്ളന്മാരായിത്തീരും. ഞാൻ പൊളിറ്റീഷ്യനാണെന്ന് നിങ്ങൾ ആരായിത്തീരും? സ്പിരിച്വൽ പൊളിറ്റീഷ്യനാണ്. ഞാൻ ദൈവത്തിൻ്റെ അഭിഷേകം ചുമക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്തായിത്തീരും? അഭിഷക്തരായിത്തീരും. നിങ്ങളുടെ എന്തിനോട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നോ, നിങ്ങളൊരു വേർഡ് എഴുതി വെച്ചു. എന്താ പറയുക, പഴഞ്ചൊല്ല, പക്ഷെ ആത്മീയത്തിൽ അതിന് ഒത്തിരി അർത്ഥമുണ്ട്. പഴഞ്ചൊല്ലി രീതി ഞാൻ പറയാം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഈ സൗരഭ്യത്തിനകത്തായിരിക്കും നിങ്ങൾ പോകുന്നത്. പക്ഷേ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 10, 15, 17 വർഷം ദൈവത്തിൻ്റെ ടെസ്റ്റ് നടക്കും. എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അത് നിങ്ങൾ അക്കോർഡിംഗ് ടു നിങ്ങളുടെ ട്രെയിനിങ് അനുസരിച്ചാണ്. ആ ട്രെയിനിങ് കഴിയുമ്പോൾ നിങ്ങളെ ദൈവം ഒരു മുല്ലപ്പൂവാക്കും. അയ്യോ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇന്ന് നിങ്ങൾ സുഗന്ധത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്തായി തീർന്നു? അഭിഷക്തരായി. നിങ്ങളുടെ ഉള്ളിൽ അഭിഷേകം വരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ചിലത് സംഭവിക്കും. നിങ്ങൾ ബിക്കോസ് യു ആർ അണ്ടർ ദി വൺ അനോയിൻറ്റിങ്. യു ആർ കണക്റ്റഡ് വിത്ത് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ലൈഫ് കണക്റ്റഡ് വിത്ത് എന്തുമായിട്ട്? ഒരു അഭിഷക്തനോടുകൂടെ കണക്റ്റഡാണ്. പക്ഷേ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ എന്തു പറ്റും? നിങ്ങൾ കൺഫസ് ചെയ്യും. നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങൾ എന്തായിത്തീരും? നിങ്ങളെ ദൈവം ഒരു അഭിഷേകമായി തീരും. നിങ്ങളൊരു സുഗന്ധമായി തീരും. ഞാൻ സുഗന്ധമൊന്നും അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ദുർഗന്ധം വരുത്തുന്നവനായിരുന്നു. കാരണം സ്വഭാവം അങ്ങനത്തെ ആയിരുന്നു, വഴക്കാളിയായിരുന്നു. പക്ഷേ എൻ്റെ യങ് ഏജിൽ, എൻ്റെ 21ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ഒരു ദൈവവൃത്തിൻ്റെ കൂടെ നടക്കാമായിരുന്നു. എനിക്ക് പലപ്പോഴും പലതും ദേഷ്യപ്പെടണമെന്നൊക്കെ തോന്നി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പിന്നെയും പോയി പറയും, കർത്താവേ, ഇതൊക്കെ എവിടെ പോയി നിൽക്കുക? എൻ്റെ ഇമോഷണൽ പ്രോബ്ലമാണ്. 17 വർഷം കഴിഞ്ഞപ്പോഴാണ്, 17 വർഷം,
അതിനു മുമ്പേ എനിക്ക് മനസ്സിലായി. ഒരു സമയം വന്നപ്പം 2010 എത്തിയപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എംഎവറീസ് പാസ്റ്ററിനെ ഞാൻ ചില വിഷയങ്ങൾ കൊടുത്ത് ഉപയോഗിക്കുന്നത് പോലെ നിന്റെ മീതെ ഞാൻ ചില വിഷയങ്ങൾ നിന്നെ പഠിപ്പിച്ച് എന്നെ ഉപയോഗിക്കും. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത ഞാനാ പലപ്പോഴും ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൽമാർക്ക് പോയി ക്ലാസ് എടുക്കുന്നു. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, SIBC പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ 3ാം വർഷം MDiv-ലാണ്. അവർ വന്നിട്ട് ചോദിക്കും, പാസ്റ്റർ ഈ PPT ഇതാ പാസ്റ്റർ ഇത്ര സിസ്റ്റമാറ്റിക്കലി ചെയ്തേക്കുന്നത്, ഇതാര് പഠിപ്പിച്ചു? ദൈവത്തിൻ്റെ വാക്കനുസരിക്കാമെങ്കിൽ നിങ്ങളെ ദൈവം ഒരു സുഗന്ധമാക്കും. കേട്ടോ, മനസ്സിലായ ഞാൻ പറഞ്ഞ വേർഡ്? മനസ്സിലായി? പെർഫ്യൂം അടിച്ചുകൊണ്ട് പോയാൽ അതിൻ്റെ അരോമ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിന്നു പോകും. പക്ഷെ നിങ്ങളൊരു പെർഫ്യൂം ആയാലോ, ആ പെർഫ്യൂമിൻ്റെ ഫാക്ടറി ആയാലോ, പോട്ടെ അങ്ങനെക്കാട്ടും നല്ല നിങ്ങളൊരു പുഷ്പം, മുല്ലപ്പൂ പോലത്തെ ഒരു സുഗന്ധം പരത്തുന്ന ഒരു പുഷ്പമായി തീർന്നാലോ, അതിന് പെർഫ്യൂം അടിക്കണോ? ആരെങ്കിലും പറയണോ ഇതിനകത്ത് മണം ഉണ്ടെന്ന് പറയണോ? ഓട്ടോമാറ്റിക്കലി ഈച്ച വന്നോളൂ അല്ലേ? ദൈവം നിങ്ങളുടെ ലൈഫിൽ പണി, അതെന്നും നിങ്ങൾ ഓർത്തോ. ഞാൻ ഈ പറയുന്ന വേർഡുകൾ ആഴമുള്ള വേറെ. കാളകളെയും കഴുതകളെയും പിടിച്ചോണ്ട് പോയി, യോബിൻ്റെ വേലി പോയി. നിങ്ങൾക്ക് അത്രയും വേർഡ് മതിയായിരിക്കും, നമ്മുടെ സമയം പോയി. ഒറ്റ ഒരെണ്ണം മതി. ആൻറ്റി ആരാ വന്നേ? ശെബായർ. ശെബായർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളൊരു ജാതിയാണ്. ശെബായർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളൊരു, എന്തിനെ പിടിച്ചോണ്ട് പോയി? ഒരാളുടെ കാളകൾ കാണിക്കുന്നത് നിലം ഉഴാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. നിലം ഉഴാൻ ദ ഫസ്റ്റ് സോഴ്സാണ്. കാളകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്തുവാ? നിലം ഉഴുക. നിലം ഉഴുക, ഉഴുതിട്ട് വേണം വിത്തിടാൻ. കഴുതകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുവാ? കഴുതകൾ കാളകൾക്കും മനുഷ്യർക്കുമുള്ള തീൻ എത്തിക്കാൻ അന്നത്തെ കാലത്ത് തീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആഹാരം. അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കാളകളും കഴുതകളും. ഇനി പെൺകഴുതകൾ എന്നാണോ എഴുതിയേക്കുന്നത്? എത്ര കാളകളും കഴുതകളും എന്നാണോ എഴുതിയേക്കുന്നത്? എന്തോ എഴുതിയേക്കുന്നത്? പെൺകഴുതകൾ. നിങ്ങൾക്കറിയാമോ വേറൊരു വേർഡ് കൂടെ നിങ്ങൾ കേട്ടോ? എന്തിനാ ഇയ്യോബിൻ്റെ വീട്ടിൽ ഇത്രയും പെൺകഴുതകൾ? പെൺകഴുതകൾ നിങ്ങൾക്ക് ഞാൻ ചുമ്മാ പറയുന്നില്ല, അതിൻ്റെ പാലാണ് ഏറ്റവും കൂടുതൽ. 1 ലിറ്റർ പാലിന് മിനിമം 3000-5000 രൂപ വിലയാണ്. എന്തിനാ? അതാണ് ഈ ബ്യൂട്ടീഷ്യൻ ആൾക്കാർ ഇതുണ്ടാക്കുന്നതിൻ്റെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നത്. പെൺകഴുതകളുടെ പാലാണ്. എനിക്കറിയാവുന്ന ഒരാൾ കേരളത്തിൽ ഈ ബിസിനസ് ചെയ്യുന്നുമുണ്ട്. IT ജോലികൾ വിട്ട് പുള്ളിക്ക് ഒത്തിരി കാളകളുണ്ട്. പുള്ളി ഈ വേർഡിൻ്റെ മിസ്റ്ററിയിലാണ്. ഞാൻ ഇന്ന് പേര് പറയുന്നില്ല പുള്ളിയുടെ. എൻ്റെ ഞങ്ങളുടെയൊക്കെ സ്നേഹിതന്മാരായിരുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് സൂക്ഷിച്ചും താമസിച്ചും ഒക്കെ കഴിച്ചും ഒക്കെ നടന്ന ആൾക്കാരാണ്. IT ജോലി വിട്ട് ഇന്ന് പുള്ളി കംപ്ലീറ്റ്ലി ഈ ഫാമിങ് അങ്ങനത്തെ ബിസിനസ്സിലോട്ട് മൂവ് ചെയ്തു. കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു ഒരു ഫേമസ് ദൈവദാസൻ ഈ വേർഡ് എടുത്ത് പറയുന്നത് ഞാൻ കേട്ടു. പെൺകഴുതകൾ. കഴുതകൾ കാണിക്കുന്നത് തീൻ കൊടുക്കാനാണ്. പെൺകഴുതകളും ഭയങ്കര ലാഭം ഉണ്ടാക്കുന്നതാണ്, ഭയങ്കര ബിസിനസ്. എന്തിനെ പിടിച്ചോണ്ട് പോയേ? നിൻ്റെ ആദ്യത്തെ സോഴ്സിനെ. പോട്ടെ, നമുക്ക് അതിൻ്റെ ബേസിക് കാര്യം ചിന്തിക്കാം. കാളകൾ എന്തോ ചെയ്യുന്നത്? നില ഉഴാൻ ഉപയോഗിക്കുന്ന മൃഗമാണ്. എന്തിനാ നില ഉഴണ്ടി? വിത്ത് വിതയ്ക്കാൻ. വിത്ത് വിതച്ചെങ്കിലേ എന്തോ കിട്ടത്തുള്ളൂ? ധാന്യം കിട്ടത്തുള്ളൂ, കൃഷി കിട്ടത്തുള്ളൂ. ആദ്യത്തെ ജോലിയാണോ ഇത്? ആണോ? ആദ്യത്തെ ജോലിയാണോ? ഈ കാളകൾ ഉഴുകയും വേലക്കാർക്കും ആഹാരം കൊണ്ട് എത്തിക്കേണ്ട ജോലി ആരാ? കഴുതകളുടെ ജോലിയാണ്. ഈ ശെബായർ എന്തിനെ പിടിച്ചോണ്ട് പോയി? ആദ്യമേ നിന്റെ ഫസ്റ്റ് സോഴ്സിനെ, നിന്റെ ഫസ്റ്റ് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഫസ്റ്റ് അനുഭവത്തെ, അത് രണ്ടും അവർക്ക് മതിയായിരുന്നു. ചില ആൾക്കാർ വരുന്നത് നിന്റെ കല്യാണം മുടക്കിയാനാണ്. ചില ആൾക്കാർ വരുന്നത് നിന്റെ കല്യാണം മുടക്കാനാണ്. അവരന്നേ വരത്തുള്ളൂ. ഇത് ചിലതിൻ്റെയൊക്കെ അകത്തുനിന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ കേക്ക് ഓൺലൈനിൽ കൂടെ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോട്ടെ. ചിലർ വരുന്നത് നിന്റെ ജോലി മുടക്കാനാണ്. ചിലർ വരുന്നത് നിന്റെ യാത്ര മുടക്കാനാണ്. ചിലർ വരുന്നത് നിന്റെ ബിസിനസ് മുടക്കാനാണ്. ചിലർ വരുന്നത് നിന്റെ ആരോഗ്യത്തെ മുടക്കാനാണ്. ചിലർ വരുന്നത് നിന്നെ കടക്കാരനാക്കാനാണ്.
ചിലത് വരുന്ന നിൻ്റെ ഇമേജിനെ തകർക്കാൻ. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ? അതോ തലയുടെ മേളിൽ കൂടെ ആണോ പോകുന്നത്? നിങ്ങളുടെ റിയൽ ലൈഫുമായിട്ട് എവിടെയെങ്കിലും, നമ്മുടെ ആയിരിക്കത്തില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ സമൂഹത്തിൽ ജീവിക്കുന്നത് ഉള്ളത് കൊണ്ട് നിങ്ങൾക്കിതെന്തെങ്കിലും കണക്റ്റ് ആകാൻ പറ്റുന്നുണ്ടോ? വേർഡ്, എൻ്റെ കർത്താവേ, എൻ്റെ സമയം ഓടിപ്പോന്നേ. നിങ്ങൾ ഇന്ന് തീരുമാനം, ഒരു ശബായരും എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല. നിങ്ങൾ തീരുമാനമെടുക്കും. അത് നിങ്ങളുടെ കഴിവ് കൊണ്ടായിരിക്കത്തില്ല, നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധം. ഇയ്യോബിന് ദൈവത്തോട് എന്തോ ആയിരുന്നു? നിങ്ങൾ വേർഡ് പറഞ്ഞേ, ഭയങ്കര ബന്ധമായിരുന്നു ആൻറ്റി. ദൈവത്തോട് ബന്ധമുള്ളവന് ചുറ്റും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്. നിഷ്കളങ്കൻ, നീതിമാൻ, നേരുള്ളവൻ, ദോഷം വിട്ടകനും. നമുക്ക് ഈ ഗുണങ്ങളൊന്നും കാണത്തില്ല, പക്ഷെ കൃപയാൽ നമ്മുടെ അപ്പച്ചൻ, യേശു അപ്പച്ചനോട് ചോദിക്കാം, കൃപയാൽ അപ്പാ എൻ്റെ വീട്ടിൽ ഒരു ശബായരും വരില്ല. ഇനിയും ആദ്യത്തെ എന്തിനെ കൊണ്ടുപോയി പറഞ്ഞു? അഗ്രികൾച്ചർ നഷ്ടമായി. ആദ്യത്തെ എന്തോ നഷ്ടം പറ്റിയേ? അഗ്രികൾച്ചർ. കേട്ടോ, നിങ്ങളിനി കേട്ടോ, ഞാൻ നിർത്തുക. 3 വേലി പോയപ്പോൾ 7 കഷ്ടങ്ങൾ വന്നു. ബൈബിളിൽ കിടപ്പുണ്ട്. 3 വേലി പോയപ്പോൾ ഡിഫറെൻറ്റ് 7 types ഓഫ് അറ്റാക്സ്, ഏരിയാസ് ഓഫ് അറ്റാക്സ്. ഒന്നേ ആയുള്ളൂ. നിർത്താം, നമുക്ക് ഹോളി കമ്മ്യൂണിലേക്ക് പോവാം. നിങ്ങൾ ഓക്കെ, ഇവിടം കൊണ്ട് നിർത്തുകയാണേ. ഒന്നാമത്തെ എന്തു പോയി? വെയിറ്റ് ചെയ്യണം. അഗ്രികൾച്ചർ. വേലി ഉണ്ടെങ്കിൽ നിങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും, ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ടിരിക്കും, എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടിരിക്കും, എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ മെസ്സേജ് വീണ്ടും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ ഇരുന്ന് കേൾക്ക്, എഴുതിയെടുക്കുക. വീണ്ടും ചിലപ്പോൾ ഇതേ റിപ്പീറ്റ് ആയിരിക്കും മെസ്സേജ്. വീണ്ടും നിങ്ങളോട് ദൈവം സംസാരിക്കും. വീണ്ടും ഒന്നുകൂടെ കേൾക്കുക, വീണ്ടും ഒന്നുകൂടെ കേൾക്കുക. നിങ്ങൾ കേട്ടവരാ, വീണ്ടും കേൾക്കുക, വീണ്ടും എഴുതിയെടുക്കും. എന്നാൽ ദൈവത്തോട് ചോദിക്കും, ദൈവം എന്തെങ്കിലും ഇതിനകത്തോടെ എന്നോട് സംസാരിക്കാണ്. വീണ്ടും 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 കേൾക്കാം. ഇവിടെ തന്നെ എനിക്ക് നിൽക്കാൻ തോന്നുവാൻ. കാരണം ആ വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം, നമ്മൾ ഭയങ്കര പ്രാർത്ഥനയാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധി ചെല്ലുന്ന വിളിക്കുക. പക്ഷെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ഉയർക്കാൻ പറ്റിയിട്ടില്ല. ഉയർന്നൊന്നുകൊണ്ട് വരും, അടിച്ചുകൊണ്ട് പോയി, പിന്നെ ഇവിടെ തൊട്ട് തുടങ്ങണം. ഇവിടുന്ന് ഉയർന്നുകൊണ്ടൊന്ന് ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയി. അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, പിശാചിന് കയറി വന്ന് നിന്റെ അവൻ കള്ളൻ അവനെ വിളിക്കുന്നത്, കള്ളനും കവർച്ചക്കാരനും അവനെ വിളിക്കുന്നത്. ഇവൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് കയറി വരാനുള്ളതാണോ നിന്റെ വീട്? ഒരു ദൈവവൈതലിൻ്റെ വീട് കെട്ടിയടച്ച തോട്ടമാണ്. കെട്ടിയടച്ച തോട്ടമാണ്. നിങ്ങൾ ഇന്ന് കാലുവെക്ക്, ഇനിഷ്യേറ്റീവ് എടുക്കണം. എൻ്റെ കുടുംബത്തെ വിട്ട് കൊടുക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ടേക്ക് ഇനിഷ്യേറ്റീവ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഇത് അറിയത്തില്ലായിരിക്കാം. അവർക്കല്ല, നിന്നോട് വചനം ഗ്രഹിക്കാൻ നിനക്ക് കപ്പാസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിൽ ഗ്രഹിക്കാൻ നിൻ്റെ ഉള്ളിൽ ദൈവം സംസാരിക്കുന്നുണ്ടെങ്കിൽ, ടേക്ക് ഇനിഷ്യേറ്റീവ്. നാളുകൾ വരുമ്പോഴത്തേന്, സമയം വരുമ്പോഴത്തേന് ഇങ്ങനൊരു അതോറിറ്റി ദൈവം നിങ്ങളുടെ മീതെ തരും. നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തു. മോശ സഹോദരനെ അടിക്കുന്ന കണ്ടപ്പോൾ വേദന വന്നപ്പോൾ പ്രതികരിച്ചത് കൊണ്ടാണ് ദൈവം. അതുകൊണ്ട് തന്നെയല്ല, ആ വിളി ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് ഇത് കിടന്ന് ബബ്ലിങ് അപ്പ്, കമ്മിങ് അപ്പ്. ടേക്ക് ഇനിഷ്യേറ്റീവ്. എത്രയോ കുടുംബങ്ങളായി പിള്ളേരുടെ എക്സാം വരുമ്പം പിള്ളേരെ പഠിപ്പിക്കാതിരിക്കാൻ ഓരോരുത്തന്മാർ വരും, അല്ലെ പിശാച് വേറെ രീതി വരും. എക്സാം വരാൻ മോനെ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, നമുക്കൊരു വാട്ടർഫോൾസിൽ പോയിട്ട് വരാം.
അവൻ്റെ ജീവിതം അവിടെ കൊണ്ട് ഉടച്ചു കളയാനാണ്. ഇവന് മനസ്സിലാകുന്നില്ല അവിടെ കൊണ്ട് ഇവനെ അടിച്ചു കളയാനാണ്, പോകുന്ന വഴിക്കിട്ട് അടിച്ചു കളയാൻ പിശാച് കെണി വെച്ചേക്കോ. ഇവനെ എങ്ങനെയും പുറത്തിറക്കണം, അവിടെ വരെ കൊണ്ട് എത്തിക്കണം. അതിന് പിശാച് ആരെങ്കിലും ഏജന്റുമാരെ അയച്ചു. ഏജന്റുമാരും തട്ടിക്കൊണ്ടല്ല പോകുന്നത്. ഏജന്റുമാരും എങ്ങനെ കൊണ്ടുപോകുന്നത്? തട്ടിക്കൊണ്ടല്ല പോകുന്നത്. വളരെ നൈസ്ലി. ഒത്തിരി ക്ഷീണിച്ചിരിക്കുന്നല്ലോ ബിജിനെ, കുറേ വർക്കാന്ന് തോന്നുന്നല്ലേ, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പോയാലോ? നൈസ്ലി കൊണ്ടുപോകും, നൈസ്ലി. തിരിച്ചറിയണം, പഞ്ചസാര വെച്ചിട്ടുള്ളതും തേൻ പുരട്ടിയിട്ടുള്ള വാക്കുകൾ പിശാചിൻ്റെ ആണെങ്കിൽ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൽ സെൻസ് ചെയ്യണം. പിശാച് അങ്ങനെ പറഞ്ഞേ, ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവം അങ്ങനെ വാസ്തവം കൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വാസ്തവം കൽപ്പിച്ചിട്ടുണ്ടോ? കള്ളപ്പിശാണ് പറഞ്ഞ പിശാചേ, നിന്റെ പഞ്ചാര തേച്ചതായാലും തേൻ തേച്ചാലും വാക്കായാലും അതൊന്നും നീ പറയുന്ന അനുസരിക്കാനുമില്ല. നിന്റെ താളവും ഋതവും അനുസരിച്ച് തുള്ളാനും ഞാനില്ല. ഇറ്റ് ഈസ് ഗാഡ് ഹു കൺട്രോൾ എവറിത്തിങ്. ടേക്ക് എ ബോൾഡ് സ്റ്റെപ്പ്. മോനെ, ഇത് ഒരെണ്ണേ ആയിട്ടുള്ളൂ. അടുത്തത് കിടക്കാതെ, അതുകൊണ്ട് അടുത്ത ആൾ വരുന്നുണ്ട്. ഓ ഗോഡ്, പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനം പൊന്നിനേക്കാൾ വാല്യൂ ഉള്ളതാണ്. കേട്ടോ, കേൾക്കുന്നുണ്ടോ? വചനം പൊന്നിനേക്കാൾ വാല്യൂ ആണ്. അഭിധാനം മോനെ കേൾക്കുന്നോ? പൊന്നിനേക്കാൾ വാല്യൂ ആണ്. സർട്ടിഫിക്കറ്റിനേക്കാളും വാല്യൂ. നിന്റെ പാതയ്ക്ക് വെളിച്ചം തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല, എന്തോ തരുന്നേ? വചനം. റൈറ്റ് ഡിസിഷൻ എടുക്കാൻ, പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ God will, Holy Spirit will help you. Word will, right time word കടന്നു വരും. തക്ക സമയത്ത് വേർഡ് നിന്റെ ഉള്ളിൽ കൊണ്ട് പരിശുദ്ധമായിട്ട് കൊണ്ട് തരും. പറയാനുള്ള വാക്ക് നിങ്ങളുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, സഭയെ പ്രൊട്ടക്റ്റ് ചെയ്യും, ദൈവം നിങ്ങളെ ആക്കിയതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നെവർ ഗിവ് അപ്പ്. നമ്മുടെ ശരീരം, നമ്മുടെ ആശയം, നമ്മുടെ മൈൻഡ്, ഇമോഷൻസ് യാതൊന്നും പിശാചിന് പ്രവർത്തിക്കാനുള്ള കാരിയറായി വിട്ടുകൊടുക്കല്ലേ. നെവർ ഗിവ് അപ്പ്. ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട്, ചിലപ്പോൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചിലതിന് 2 എണ്ണം കൊടുക്കണമെന്ന്. 2 എണ്ണം ചിലതിന് പറയാൻ ചെയ്യത്തില്ല. അവർ കുറ്റം പറഞ്ഞാലും അവരെന്തൊക്കെ ചെയ്താലും എൻ്റെ ആശയം, എൻ്റെ ആഗ്രഹം, എൻ്റെ ഹൃദയം, എൻ്റെ ഇമോഷൻസ്, എവറിത്തിങ് ലിഫ്റ്റ് അപ്പ്. Name of God, name of Jesus Christ. കേട്ടോ, നമ്മുടെ ആശയവും നമ്മുടെ ആഗ്രഹവും എന്നും ദൈവത്തെ ഉയർത്തുക. പിശാചിൻ്റെ പദ്ധതികൾ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് പൊളിഞ്ഞു പോകണം. അതിനോട് നഖശികാന്തം എന്തോ ചെയ്യണം? എതിർത്ത് നിൽക്കണം. ബിൽഡ് ഹെഡ്ജ് അറൗണ്ട് യുവർ ഫാമിലി, യുവർ ലൈഫ്. പ്രാർത്ഥിക്കാം മോനെ.